നമ്മൾ ഇന്ന് പോണത് ഒരു ഗ്രാൻഡ് പിറന്നാൾ ആഘോഷത്തിനാണ് കേട്ടോ. എനിക്ക് സത്യമായിട്ടും ഈ പിറന്നാൾ ആഘോഷം കണ്ടപ്പോൾ നമ്മുടെ പഴയ കഥാനായകൻ സിനിമയിലെ ജയറാം, ആ സിനിമയിൽ നമ്മുടെ പയ്യാരത്ത് പത്മനാഭൻ നായരുടെ സപ്തതി ആഘോഷിക്കുന്നുണ്ട്. ആ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും അതേമാതിരി നല്ല ചെണ്ടമേളവും പഞ്ചാരിമേളവും അങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ ആയിട്ട് അടിപൊളി പിറന്നാളാഘോഷം. ഇതേമാതിരി ഗ്രാൻഡായിട്ടുള്ള ഒരു പിറന്നാളാഘോഷം ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നത് കേട്ടോ. അടിപൊളി ഗ്രാൻഡായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നത് ഇതേ പഞ്ചാരിമേള നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ. ഇതിനു മുമ്പേ കലാപരിപാടികൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. കാലത്ത് തന്നെ അഷ്ടപതിയോടുകൂടിയാണ് കലാപരിപാടികൾ പിറന്നാളാഘോഷം തുടങ്ങിയത്. ഇത് വെറും ഒരു പിറന്നാളാഘോഷമല്ല കേട്ടോ. ഇത് 84-ാം പിറന്നാൾ ശതാഭിഷേകം, അതായത് 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുക എന്നുള്ളത് അതൊരു ഭാഗ്യമായിട്ടുള്ള കാര്യമാണല്ലോ. അതാണ് നമ്മൾ 84-ാം പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണത് കേട്ടോ. അപ്പോൾ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടിട്ടുള്ള നമ്മുടെ വിച്ചാട്ട് വേലായുധൻ നായരുടെ ശതാഭിഷേകമാണ് ഇന്ന് അടിപൊളി ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നത്. കലാപരിപാടികൾ മാത്രമല്ല, ഒരുപാട് വിശിഷ്ടാതിഥികളും നമ്മുടെ ഈ ചടങ്ങിനുണ്ടായിരുന്നു. ആദ്യം തന്നെ പൊന്നാട കൊടുത്ത് നമ്മുടെ സ്റ്റേജിലേക്ക് ആനയിക്കുകയാണ്. മേജർ രവിയാണ് പൊന്നാടയൊക്കെ കൊടുത്ത് നമ്മുടെ വേലായുധൻ നായർ, അതായത് നമ്മുടെ അപ്പൂപ്പനെ ആദരിക്കണത്, വരവേൽക്കണത്. അപ്പോൾ മേജർ രവി വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ അപ്പൂപ്പൻ എക്സ് മിലിറ്ററിയാണ്. അതുകൊണ്ട് തന്നെ മേജർ രവിയാണ് നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ മേളപ്രമാണി കുട്ടന്മാരും, പിന്നെ സംഗീതത്തിലെ തന്നെ ഏറ്റവും നല്ല ആളായിട്ടുള്ള വിദ്യാധരൻ മാസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ വാർഡിലംഗം ഈ പിറന്നാൾ ഒരു പട്ടാളക്കാരനായി അതിനുശേഷം പലപ്പോഴും ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാറുണ്ട്. ഈ ക്രൗഡ് കാണുന്ന സമയത്ത് എനിക്കെന്നോട് നാണക്കേട്, എന്നോട് കൂടെ കട്ട് ചെയ്തിട്ടാണ് പോകാൻ. പക്ഷെ ആ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കർമ്മങ്ങളാണ്. തന്നെ ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയും, അതുകൊണ്ടാണ് വേലായുധനെ പോലുള്ള ആളുകൾ ഈ ഇത്രയും വെറൈറ്റീസ് ഓഫ് പ്രൊഫഷൻസ്. ഞാനെപ്പോഴും എന്നെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. മേജർ രവി റിട്ടയർഡ് ബട്ട് നോട്ട് ടയർഡ്. മേജർ രവി റിട്ടയർഡ് ആണ്, പക്ഷെ ഞാൻ ക്ഷീണിതനല്ല. ഇനിയും ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കും. അതാണ് മേജർ രവി എന്നുള്ള വ്യക്തി. നമ്മുടെ കർത്തവ്യം അങ്ങനെ ആയിരിക്കണം. പണി ചെയ്തുകൊണ്ടിരിക്കുക. അത് ദൈവികമായിട്ടും മാനുഷികമായിട്ടും നമ്മൾ ചെയ്യുന്ന സമയത്താണ് ദൈവം നമ്മൾ ചെയ്യുന്നുണ്ട്, ഇന്നത് ചെയ്യുന്നുണ്ട്. എന്റെയൊക്കെ പ്രൊഫഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 3 പ്രൊഫഷൻ നോക്കിയിട്ടുള്ളൂ. അദ്ദേഹം ഇപ്പം കേട്ടിടത്തോളം നാട് വിട്ട് ഓടിപ്പോയി കോയമ്പത്തൂർ, അത് കഴിഞ്ഞ് മെട്ടുപ്പാളയം. ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും തോറ്റ് നാട് വിട്ട് ഓടിപ്പോയിട്ടുള്ള വ്യക്തിയാണ് പട്ടാമ്പിയിൽ. പിന്നെ വീട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് 3 ദിവസം പട്ടിണി കിടന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ അമ്മ പാവം ചാപ്പാട് കഴിക്കാൻ പറഞ്ഞ സമയത്ത് ദേഷ്യപ്പെട്ട് തട്ടി മാറ്റിയിട്ടുള്ള കപ്പ് ഓർമ്മ വന്നു. കാരണം വിശപ്പ് അന്നാണ് അറിയുന്നത്. അമ്മമാര് സ്നേഹത്തോടു കൂടി തരുന്ന സമയത്ത് കുട്ടിയായിരുന്ന എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ പട്ടിണി കിടന്നപ്പോൾ മനസ്സിലായി പട്ടിണിയുടെ ഭീകരാവസ്ഥ എന്താണെന്നുള്ളത്. പിന്നീട് ഒരു പട്ടിണി കിടക്കുന്നതിനെ കാണുന്ന സമയത്ത് ആ മനുഷ്യത്വൻ എൻ്റെ ഉള്ളിൽ ഉണരാറുണ്ട്. പല ദാനധർമ്മങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. ഇരുചെവി അറിയാതിരിക്കാൻ നോക്കും പലതും. പക്ഷെ ഇത് അറിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ എവിടെയെങ്കിലും ഉള്ള ആൾക്കാരൊക്കെ വലിയാണ് വരും. പക്ഷെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു ലെവലിൽ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കർമ്മമാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യും. അത് ഏത് കർമ്മം മുന്നിൽ വന്നാലും ശരി, അത് ചെയ്തിരിക്കണം. ഒരു പട്ടാളക്കാരനായി ജോലി ചെയ്തിട്ടുള്ള ഞാൻ പലയിടത്തും എനിക്ക് ഷൂ പോലും പോളിഷ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതെന്റെ ജോലിയായിരുന്നു. പക്ഷെ അന്ന് വാശിയെടുത്തു. ആ ഷൂസ് ഞാനിടും ഒരു ദിവസം. അങ്ങനെയാണ് 3ാമത്തെ വർഷത്തിൽ
ഈ 10ാം ക്ലാസ് തൊട്ട് ഞാൻ 10ാം ക്ലാസ് പാസ്സായി, പ്രീ ഡിഗ്രിയും പാസ്സായി, BA ഫസ്റ്റ് ഇയറും പാസ്സായി, ഓഫീസേഴ്സിന്റെ ടെസ്റ്റും പാസ്സായി. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ഓഫീസർ കേഡറ്റായിട്ട് ജോയിൻ ചെയ്തത്. ബിക്കോസ് യുവർ ഹാർഡ് വർക്ക്, ഗോഡ് ഈസ് സപ്പോർട്ടിങ് യു. അല്ല ഞാൻ എന്ത് മന്ത്രിട്ട് ദയവായി എന്നെ രക്ഷിക്കണോ, അത് കഴിഞ്ഞു. പിന്നെ യു ഡു യുവർ വർക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ 84ാമത്തെ വയസ്സിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കട്ടക്ക് നിൽക്കുന്നുണ്ട്. ഞാനൊക്കെ അതുവരെ എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുള്ള പോലെ എനിക്കറിയില്ല. എനിക്കുണ്ട് ഒരു 10-14 വർഷമായിട്ടാണ് ഏട്ടൻ്റെ പ്രായത്തിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഏട്ടൻ എൻ്റെ 84ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഏട്ടൻ വരണം മലപ്പുറത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അധികം ഞാൻ സംസാരിക്കില്ല, ഞാൻ കുറച്ച് വറീഡാണ്. ഞാൻ വന്നിരിക്കുന്ന വയനാട്ടിലാണ്. ഇന്ന് കാലത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു. നിങ്ങളുടെ സംഘാടകരെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, ചില സമയത്ത് തെറ്റിപ്പോകുന്നതാണ്. ഞാൻ അവിടുന്ന് ആ പ്രോഗ്രാം 10 മണിക്ക് ക്യാൻസൽ ചെയ്ത് 5 മണിക്ക് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംസാരം കഴിഞ്ഞാൽ ഒരാളോട് യാത്ര പറയില്ല, പെട്ടെന്ന് ഇറങ്ങി നടന്നെങ്കിൽ ഞാനങ്ങ് പോകും. എനിക്ക് അവിടെ എത്തണം. അത് കഴിഞ്ഞ് കാലത്ത് എനിക്ക് ഷൂട്ടിന് മേട്ടുപ്പാളയത്ത് എത്തണം. വയസ്സ് 68ആയി, ഓടി എത്തണ്ടേ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലെ കട്ടയ്ക്ക് എൻ്റെ 84ാമത് ഞാൻ നിൽക്കുകയാണെങ്കിൽ 84ാമത്തെ വർഷത്തിന്റെ പിറന്നാളിന് അദ്ദേഹത്തിനെ നിങ്ങൾ ഓർക്കണം. ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്നിട്ട് എൻ്റെ വിളക്ക് കൊടുത്തിട്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിന് സർവേശ്വരൻ ആയുസ് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. MLV നായർ അവരുടെ പൊന്നാടണിയിച്ച് ആദരിക്കാനായി അങ്ങേ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറ്റുവാങ്ങുവാനായി MLV നായർ അവരുടെ ക്ഷണിക്കുന്നു. ഒരു മേജർ മറ്റൊരു പഴയ പട്ടാളക്കാരന് അല്ലെങ്കിൽ വിരമിച്ച ഒരു പട്ടാളക്കാരന് പൊന്നാടണിയിക്കുന്ന സുലഭ മുഹൂർത്തമാണ്. സുവർണമുദ്ര സമർപ്പണത്തിനായി ബഹുമാനായ ശ്രീ പെരുവനംകുട്ടൻ മേരാർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടേട്ടനെയും ഏറ്റുവാങ്ങാനുമായി ശ്രീ MLV നായർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട അനിയേട്ടനെ, കുഞ്ഞച്ചനെ ക്ഷണിക്കുക. പൊന്നാടി അണിയിക്കുന്നു. മേജർ രവി ഉദ്ഘാടനം കഴിഞ്ഞു, പൊന്നാട അണിയിക്കലൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് പ്രസംഗമൊക്കെ കഴിഞ്ഞ് ആൾ പോയിട്ടോ. അത് കഴിഞ്ഞ് ഇനിയുള്ളത് സുവർണമുദ്ര സമർപ്പണമാണ്. അത് പത്മശ്രീ പെരുവനം കുട്ടന്മാരാണ് കഴുത്തിലണിയിച്ചത്. പിന്നെ കാവ്യോപഹാര സമർപ്പണം വിദ്യാധരൻ മാസ്റ്ററുടെ വകയായിരുന്നു. അവരുടെ കവിതയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചേച്ചി അടിപൊളിയായിട്ട് കവിത പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല ശബ്ദമായിരുന്നു. നന്ദിക്കരയിലെ 4ാം ക്ലാസ്സിൽ കൃഷിക്കാരൻ മൂരിയ വിറ്റ കാശുമായി നാടുവിടൽ നീലഗിരി കുന്നിലെ നിർമ്മാണ കമ്പനിയിൽ മറക്കില്ല ആനപ്പാകൻ. അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രിയതമയായിരുന്നു. ആനവണ്ടിയുടെ അമരക്കാരൻ ഗൾഫിലേക്ക്, കൊക്കക്കോളയുടെ സെയിൽസ്മാൻ, കാവടിയാട്ടത്തിന്റെ നാട്ടിലേക്ക്, കൊടകരക്കാരുടെ കുഞ്ഞച്ചൻ, മൂന്നുകാർക്കാവിന്റെ സെക്രട്ടറിയും ട്രഷററും, കാവിലും മറ്റൊപ്പം 4 നൂറ്റാണ്ട് ആനന്ദ ശതാഭിഷിക്തനാകുന്നു. പിറന്നാൾ വേദി പിറക്കും ഇടയ്ക്ക് പഞ്ചായത്ത്. ഇത്തരം ഒരു 25 ലേഖനങ്ങളാണ് ഈ കർമ്മകാണ്ഡം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ളത്. നന്ദി, നമസ്കാരം. പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളായതുകൊണ്ട് തന്നെ ആളെക്കുറിച്ചുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കർമ്മകാണ്ഡം എന്ന് പറഞ്ഞിട്ടത്. അപ്പോൾ ആളെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെ ദേ ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ. അപ്പോൾ ഒരുപാട് മേഖലകളിൽ ആൾ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രസംഗം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് അതിൻ്റെ ഇടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയിട്ട് അവിടെ കാര്യപരിപാടികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നമ്മളത് കഴിയാൻ കാത്തുനിന്നാൽ നമുക്ക് ഭക്ഷണം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിഭവസമൃദ്ധമായ സദ്യയിലേക്ക് കിടന്നിട്ടുണ്ട്.
പായസം ഞാൻ തിന്നു പപ്പടം വന്നില്ലല്ലോ ആ പപ്പടം മാങ്ങ എപ്പോഴത്തേയും വീക്ക്നെസ്സാണ്. അത് എന്ത് തരത്തിലുള്ളതായാലും എനിക്കിഷ്ടമാണ്. അപ്പം ദേ മാങ്ങാക്കറി അടിപൊളിയായിരുന്നു. ഞാൻ മാങ്ങാക്കറിയും കൂട്ടി അടിപൊളിയായിട്ട് ചോറുണ്ട്. പിന്നെ എല്ലാ ഇതും നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എൻ്റെ മാങ്ങാക്കറി. അപ്പോൾ ദേ സദ്യ ഉണ്ട് കഴിഞ്ഞ് വന്നപ്പോൾ ദേ അടുത്ത പരിപാടി ചാക്യാർകൂത്ത്. ഈ ചാക്യാർകൂത്ത് എന്ന് പറയണത് എല്ലായിടത്തും അങ്ങനെ കാണാൻ പറ്റുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചാക്യാർകൂത്ത് കാണാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കണേൻ്റെയും വർത്തമാനത്തിൻ്റെയും ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ ആൾക്കാർ മുന്നിൽ തന്നെ വന്നിരിക്കും. നമ്മുടെ ചാക്യാർക്ക് കുറേ ആൾക്കാരെ കളിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കുറേ ആൾക്കാർ മുമ്പിൽ തന്നെ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ചാക്യാർകൂത്ത് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ചാക്യാർകൂത്തൊക്കെ ആസ്വദിക്കാം കേട്ടോ. അങ്ങനെ ചാക്യാർകൂത്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതുണ്ട് പഞ്ചാരി മേളം. ചാക്യാർകൂത്ത് അവതരിപ്പിക്കണത് അമ്മന്നൂർ മാധവ ചാക്യാരാണ് കേട്ടോ. ആളുടെ ചാക്യാർകൂത്തായിരുന്നു. അപ്പോൾ അതേ കുറച്ച് നമ്മളൊക്കെ ഫ്രണ്ട് ഇരുന്ന ആളുടെ കളിയാക്കൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു അമ്മമ്മയും ഒരു അപ്പനും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു അമ്മമ്മയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ചാക്യാർകൂത്തൊക്കെ ആസ്വദിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ ഇനി ഒരു പഞ്ചാരി മേളം ഉണ്ട്. ഒരു ചെറിയ കുട്ടിയുടെ കുമാരി ശ്രേയം ഭ്രാന്തിരിയുടെ വക പഞ്ചാരി മേളമൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള കുട്ടികളൊക്കെ റെഡി ആവണുള്ളൂ. പക്ഷേ ഞങ്ങൾ അതിന് നിന്നില്ല. ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ കുട്ടികളുടെ നല്ല പഞ്ചാരി മേളം അടിപൊളിയായി ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഗ്രാൻഡായിട്ടുള്ള ശതാഭിഷേകമൊക്കെ കൂടണത് കേട്ടോ. സപ്തതിയും ശതാഭിഷേകം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതൊരു അടിപൊളി ശതാഭിഷേകം തന്നെയായിരുന്നു. നമ്മുടെ മിച്ചാട്ട് വേലായുധൻ നായരുടെ ശതാഭിഷേകം. ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് വിശിഷ്ടാതിഥികളും കുറേ പരിപാടികളും. അതിൽ ചാക്യാർകൂത്തൊക്കെ എടുത്തു പറയുന്നത് തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതൊക്കെ അടിപൊളിയായിരുന്നു. ഇതേ കണ്ടില്ലേ സ്റ്റേജൊക്കെ സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേമാതിരി ശതാഭിഷേകവും സപ്തതിയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടോ? ഇത്ര ഗ്രാൻഡായിട്ടുള്ള ശതാഭിഷേകമൊക്കെ നിങ്ങൾ കൂടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. പിന്നെ അപ്പൂപ്പനെ പിറന്നാൾ വിശ്വാസം എല്ലാവരും നടന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.